നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് വിട്ടു പോവല്ലേ. പിന്നെ ഇതിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മെസ്സേജ് കണ്ടിട്ട് നിങ്ങളാരും തെറ്റായിട്ട് എടുക്കരുത്. ആ ഒരു മെസ്സേജ് വന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു ബില്ല് പോലും ഞാൻ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ചിലപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും 2 ലക്ഷത്തിന് മുകളിൽ സബ് ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് എന്തായാലും യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നുണ്ടായിരിക്കും എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയൊരു കുഞ്ഞ് പണയം വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ പൈസ കിട്ടിയിട്ടില്ല. എനിക്ക് വാടക കൊടുക്കണം, മൊബൈലിൻ്റെ പൈസ അടയ്ക്കണം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തികയാതെ വന്നപ്പോഴത്തേക്ക് മോൻ എനിക്ക് 2000 രൂപ കൊണ്ട് തന്ന്. അപ്പോഴതും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം, യൂട്യൂബിൽ നിന്ന് അധിക വരുമാനം ഇല്ല. പിന്നെ ആ ഒരു മെസ്സേജ് നിങ്ങളാരും തെറ്റായിട്ട് എടുക്കരുതെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അവരുടെ സാഹചര്യം ചിലപ്പോൾ തീരെ നിവർത്തിയില്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും കാണുമായിരിക്കും. അവർ ചിലപ്പോൾ ഈ ഒരു നമ്പർ കണ്ടപ്പോഴത്തേക്കും നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവരാണോ അല്ലാത്തവരാണോ ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്താണെന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, ഞാനും സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോഴിതൊക്കെയാണ് കാര്യങ്ങൾ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ചേച്ചി വിളിച്ചിട്ട് പോലും ഞാൻ കോൾ എടുക്കാതിരുന്നത് എനിക്കൊരു മറുപടി തരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് പേര് നമ്മളെ നേരത്തെയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. സഹായിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ഒരുവിധമുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയത്. അപ്പോൾ ഇപ്പോഴെന്ന് പറയുമ്പോൾ എനിക്ക് യൂട്യൂബിൻ്റെ തിരിച്ചെങ്കിലും വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ മാസം വരാത്തതിനെ കൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു പണയം വെക്കേണ്ടി വന്നത്. അപ്പോൾ ചേച്ചി കാര്യങ്ങൾ മനസ്സിലാക്കുക. ചേച്ചിയെന്ന് മാത്രമല്ല, എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ നമുക്കെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ, നമുക്കൊരു 3 സെൻറ്റ് വസ്തു എവിടെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കുടിലും മാടമെങ്കിലും കെട്ടിക്കിടക്കുക. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. കൊച്ചുങ്ങളെയും കൊണ്ട് എത്ര കാലമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വിഷമങ്ങൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് എനിക്ക് നേരത്തേക്ക് 1-2 കമൻറ്റ് നമ്മളെ ദാരിദ്ര്യം പിടിച്ച വീഡിയോ ആണ്, ദാരിദ്ര്യം പിടിച്ച പിന്നെ ചാനലാണ് എന്നൊക്കെ പറഞ്ഞ് 1-2 കമൻറ്റ് വന്നപ്പോൾ എൻ്റെ കൊച്ചുങ്ങൾക്ക് വിഷമം തോന്നുമെന്ന് വിചാരിച്ചിട്ട് ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ഈ ഒരു ഫാമിലിയിലുള്ള ആരോ കമൻറ്റ് ഇട്ട് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൻ എവിടെയാണ് പഠിക്കാനായിട്ട് പോകുന്നതെന്ന്. ആറ്റിങ്ങ IT-യിലാണ് പോകുന്നത്. വെൽഡിങ്ങിൻ്റെതാണ് എടുത്തിരിക്കുന്നത്, 1 വർഷത്തെ കോഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ 8 മണി തൊട്ട് 3 മണിക്കുള്ള ക്ലാസ്സിനാണ് കയറിയിരിക്കുന്നത്. 3 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ പിന്നെ പെട്ടെന്ന് ഇങ്ങ് വന്നിട്ട് 4 മണിക്ക് ഇവിടെ അടുത്ത് ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മോള് പഠിക്കാനായിട്ട് പോകുന്നത് കൊട്ടാരക്കരയാണ്. അത് മാത്രമേ ഉള്ളൂ ഇത്തിരി ദൂരമായിട്ട് കിട്ടിയത്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് വരുമ്പോൾ ഇത്തിരി സമയം താമസിക്കും. പിന്നെ വൈകുന്നേരം ഞാൻ അവിടെ റോഡിൽ പോയി നിന്നിട്ട് വിളിച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ചില കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ പറയാനായിട്ട് പറ്റത്തില്ല. ഇതൊരു സോഷ്യൽ മീഡിയ ആണ്. സാധാരണ രീതിയിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് മുന്നിൽ വരുമോ, പിന്നെ ഫേസ് കാണിച്ചും കൊണ്ട് വീഡിയോ ഇടാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫേസ് കാണിച്ചും കൊണ്ട് വീഡിയോ ഇടാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു മനസ്സ് ഇതുവരെ വന്നിട്ടില്ല, ഒരു താല്പര്യം ഇല്ല. പിന്നെ ഇപ്പോഴും നമ്മൾ എങ്ങനെയാണോ വീഡിയോ ഇട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മളടുത്തുള്ള സ്നേഹം കൊണ്ടാണ് കാണണമെന്നൊക്കെ പറയുന്നതെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതൊന്നും ഞാനൊരു തെറ്റായിട്ടല്ല എടുക്കുന്നത്. പിന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോയുടെ മുന്നിൽ വരാനോ അങ്ങനെ ഫേസ് കാണിച്ച് വീഡിയോ ഇടാനോ അപ്പോൾ അങ്ങനെയൊന്നുള്ള താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ പോകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറ്റുന്നിടത്തോളം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വിട്ടു പോകരുത്. പിന്നെ നമ്മൾ ഇഡ്ഡലിയുടെ ഒരു റെസിപ്പിയുടെ കാര്യം ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. 1 നാഴി പച്ചരി എടുത്തിട്ടുണ്ട്, 3/4 ഉഴുന്നും 1/2 കൈ ചോറും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുറച്ചാണ് അരച്ചെടുത്തിരിക്കുന്നത്. പേസ്റ്റ് മാതിരി എടുക്കൽ, ചെറിയ ഒരു തരി വേണേ. അപ്പോൾ ആ ഒരു ചെറിയൊരു തരിയോട് കൂടി ഉപ്പൊക്കെ ഇട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് നേരിട്ട് പാത്രത്തിൽ ഒഴിച്ചിട്ട് തവി കൊണ്ടൊന്നും മിക്സ് ചെയ്യാതെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും ഇഡ്ഡലിയൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ചേർക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പോൾ ചേർത്തിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് വിട്ടു പോകരുത്. പിന്നെ അത് മാത്രമല്ല, ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് അതിൻ്റെ ചൂട് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് മാറി കിട്ടുകയും ചെയ്യും. പിറ്റേന്ന് എടുക്കുമ്പോഴത്തേക്ക് നല്ല പൊലിപ്പം കാണും. നന്നായിട്ട് മാവ് നല്ല സ്പോഞ്ച് പോലെ ഒന്ന് പൊന്തിയിരിക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഈ ഒരു ചരുവ പാത്രത്തിനകത്ത് ഒഴിച്ച് വെച്ചതിനെ കൊണ്ട് നല്ല വീതിയുള്ള പാത്രമല്ലേ എടുത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് അറിയാനായിട്ട് പറ്റാത്തത്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ കാണത്തുള്ളൂ. എനിക്കത് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റീലിൻ്റെ പാത്രത്തിലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാനായിട്ട് പറ്റും. പൊന്തി ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞു പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കൊള്ളാത്തതിനെ കൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനകത്ത് ഒഴിച്ച് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ ഇഡ്ഡലിയുടെ തട്ടിൽ ചെറിയ രീതിയിൽ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു.
വെളിച്ചെണ്ണ തടവിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഒട്ടിപ്പിടിച്ചിരിക്കുക അങ്ങനെ ഒന്നും വരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇഡ്ഡലിയുടെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരത്തെ ഒരുപാട് പേര് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റേ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. പിന്നെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പാചകം ചെയ്യാനായിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊതിച്ചോറ് കൊടുക്കാൻ തീരുമാനിച്ചതെന്ന്. പൊതിച്ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കവെയാണ് എനിക്ക് വയ്യാതായതും പിന്നെ മക്കൾ പഠിക്കാനായിട്ട് പോയി. നമുക്ക് പാതി വഴിയിലെല്ലാം നിർത്തി വെക്കേണ്ടി വന്ന്. പിന്നെ ആരും ഹെൽപ്പിനൊന്നും ഇല്ല. മക്കളെ പഠിപ്പിച്ചല്ലേ പറ്റൂ. മോന് പഠിക്കാൻ പോകണം. ഇപ്പം മോൻ പഠിച്ചിട്ട് ചെറിയൊരു കുഞ്ഞ് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെങ്കിലും എന്നെക്കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുന്നൊരു ജോലി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭക്ഷണം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണം. അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു തൊഴിലെന്ന് പറയുന്നത്. അത് എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇതിനിടയ്ക്കൊക്കെ ഞാൻ 1-2 തവണ ഞാൻ കണ്ടിട്ടുമുണ്ട്. പിന്നെ വാടകയ്ക്കാണെങ്കിലും പാചകത്തിനൊന്നും ഒരു കുറവും ഇല്ലല്ലോ, എല്ലാം വേവിച്ചെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊന്നും ഒരു കുറവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ പാചകം ചെയ്യാനായിട്ടാണെങ്കിൽ ഇപ്പോൾ ആർക്കാണെങ്കിലും പെട്ടെന്ന് ചെയ്യാം. യൂട്യൂബിൽ നോക്കി പഠിച്ചാൽ മതി. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇത്തിരി മാത്രമേ നമ്മളെ കയ്യിലുള്ളെങ്കിൽ നമ്മളത് വെച്ചെടുക്കാനായിട്ട് നോക്കണം. പിന്നെ എൻ്റെ മക്കളെ എനിക്ക് പട്ടിണിക്ക് ഇടാനായിട്ട് പറ്റത്തില്ല. എനിക്കറിയാവുന്ന ഭക്ഷണ രീതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൊച്ചുങ്ങൾക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലെന്ന് പറയുമ്പോൾ എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ എനിക്കിതാണ്. അപ്പോഴും നമ്മളെ പാചകത്തിൻ്റെ വീഡിയോയൊക്കെ ആയിട്ട് ഈ ഒരു ചാനൽ ഇനിയും മുന്നോട്ട് പോകണം. അപ്പം നമ്മൾ വിചാരിക്കുന്നിടത്ത് നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ടുണ്ട്. നമ്മളെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴിതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാനായിട്ടുള്ളത്. പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന ചേച്ചി ഒന്നും വിചാരിക്കരുത്, സ്നേഹം കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു മെസ്സേജ് ഇതിലിട്ടതും. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരുടെ അടുത്ത് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ആ ഒരു രീതിക്കാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കണം. സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ അന്ന് നമ്മൾ സാമ്പാർ വെക്കുന്നതിൻ്റെ കൂടെയാണ് ഈ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി എടുത്ത് വെച്ചിരുന്നത്. പിന്നെ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്കുള്ള ലോങ് വീഡിയോ കാണാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തൊക്കെ കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്. സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ.